മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൊതുവെ കുട്ടികൾക്ക് പ്രയാസമുള്ള ഒരു ഭാഗമാണ് പിക്ചർ സീരീസ്. അതായത് നിങ്ങൾക്ക് ചെറിയ കോളങ്ങളിലായി 4 ചിത്രങ്ങൾ തുടരെ തന്നിട്ടുണ്ടാവും. 5ാമത്തെ ചിത്രം ഏതായിരിക്കും എന്ന് കണ്ടെത്തൽ. പല പ്രത്യേകതകളുള്ള ചിത്രങ്ങളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? 1ാമത്തെ ചിത്രവും 3ാമത്തെ ചിത്രവും തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടെത്തിയിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്നതുണ്ട്. 90 ഡിഗ്രി 180 ഡിഗ്രിയിലൊക്കെ റൊട്ടേഷനിൽ വന്നിട്ട് ചിത്രങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുന്നതുണ്ട്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിധമാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായും സൂക്ഷ്മതയോടുകൂടി കുട്ടികൾ കണ്ട് മനസ്സിലാക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിക്ചർ അനലോഗിൽ സീരീസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സീരീസ് ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ ചിത്രത്തിൽ 2ാമത്തെ ചിത്രത്തിലെത്തുമ്പോൾ 1ാമത്തെ ചിത്രത്തിൽ നിന്ന് 2ാമത്തെ ചിത്രത്തിലെത്തുമ്പോൾ എന്ത് മാറ്റമുണ്ടാകുന്നു, 2ാമത്തേതിൽ നിന്ന് 3ാമത്തെ ചിത്രത്തിലെത്തുമ്പോൾ എന്ത് മാറ്റമുണ്ടാകുന്നു, 3ാമത്തേതിൽ നിന്ന് 4ാമത്തേതിലെത്തുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന രീതിയിൽ ഉത്തരം കണ്ടുപിടിക്കുന്നതാണ് ഈ ചോദ്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. 1ാമത്തെ കാര്യം, ഈ ചിത്രങ്ങൾ നമ്മൾക്ക് തരുന്ന സമയത്ത് 1ാമത്തെ ചിത്രവും 2ാമത്തെ ചിത്രവും തമ്മിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ 3ാമത്തെ ചിത്രങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അവയിൽ തന്നിട്ടുള്ള വരകളോ രൂപങ്ങളോ കൂടിക്കൂടി വരുന്നത് കാണാം, അല്ലെങ്കിൽ കുറഞ്ഞ് വരുന്നത് കാണാം. പിന്നെ മറ്റൊരു ടൈപ്പ് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾക്ക് ഇവിടെ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വര ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ പിന്നീട് കാണുന്നത് ഇവിടെയാണ്. അതായത് ഇതിൽ നിന്ന് 90 ഡിഗ്രി വ്യത്യാസത്തിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓരോരോ എക്സാമ്പിൾ മുഖാന്തരം തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തി മുന്നോട്ട് പോകാം. ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ്? 1ാമത്തെ ടൈപ്പ് നമ്മൾ പരിചയപ്പെടുന്നത് ഏതാണെന്ന് വിചാരിച്ചാൽ, ഈ ഓരോന്ന് കൂടി പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. നമ്മൾക്ക് ഈ 5ാമത്തെ ചോദ്യത്തിന് നോക്കാം. നോക്കൂ, ഇവിടെ 2 ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഈ രീതിയിലുണ്ട്, 2 ലൈൻ ഉണ്ട്, ഒരു ലൈൻ ഇതുണ്ട്. ഇതും തമ്മിലുള്ള പ്രത്യേകത, വരകളുടെ എണ്ണം തുല്യമാണ്, ലൈൻസിൻ്റെ എണ്ണം തുല്യമാണ്. പക്ഷേ ഇതും ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ ഈ ചിത്രം നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വരകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എത്ര ഉണ്ട്? 3 വരകളുണ്ട്. എന്നാൽ ഇവിടെയും ഉണ്ടായത് 2 വരകളായിരുന്നു അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഈ വരകൾ വരുന്നത്, ഈ കൂടുതൽ വരകൾ വരുന്നത് ഈ രീതിയിലാണ്, ഈ ചെരിവിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാണാൻ പറ്റുന്നത് 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും നോക്കുമ്പോൾ 1ഉം 3ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? അത് ഇതിൽ 2 വരയുണ്ടെങ്കിൽ ഇതിൽ 3 വര കാണാം. ഇവിടെ ഒരു വരയാണ് ഉള്ളതെങ്കിൽ ഇവിടെ 2 വര കാണാം. ഓക്കെ. പിന്നെ അതേ ചിത്രം തന്നെയാണ് 4ാമത്തേൽ വരുന്നത്. എന്ത് മാത്രം? അതിൻ്റെ ഡയറക്ഷൻ മാത്രം മാറ്റം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഈ പൊതുചിത്രങ്ങളുടെ പ്രത്യേകത കാണുന്നത് 1ാമത്തെയും 2ാമത്തെയും ചിത്രത്തിൽ വരകളുടെ എണ്ണം തുല്യമാണ്, പക്ഷേ അവയുടെ ഡയറക്ഷൻസ് വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. 1ാമത്തെയും 3ാമത്തെയും ചിത്രങ്ങൾ തമ്മിൽ പരിശോധിച്ചാൽ അതിൽ കാണുന്നത് വരകൾ കൂടി വരുന്നു, പക്ഷേ അവയുടെ ഡയറക്ഷനിൽ മാറ്റമൊന്നുമില്ല. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെയും ഇങ്ങനെ വരുന്നു. 4ാമത്തേൽ ഈ 2ാമത്തേതിനെ പോലെയാണ് 4ാമത്തേൽ വരുന്നത്, ചെരിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് തന്നെ ഇവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താർത്ഥം? വരകളുടെ എണ്ണം 1ാമത്തേലും 2ാമത്തേലും തുല്യമാണ്, ഡയറക്ഷൻ മാറ്റം. 3ാമത്തേലും 4ാമത്തേലും വരകൾ തുല്യമാണ്, ലൈൻസ് ഈക്വലാണ്, പക്ഷേ ഡയറക്ഷൻ മാറ്റം. അങ്ങനെയാണെങ്കിൽ ഈ 5ാമത്തെ ഇവിടെ വരുന്നത് ഏത് ചിത്രമായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ 1ാമത്തേൽ ഇങ്ങനെ വരുന്നു, 3ാമത്തേൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ പിന്നെ 5ാമത്തേലും എങ്ങനെയായിരിക്കണം? ഈ രീതിയിൽ ഇങ്ങോട്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരുന്നു? 1ൽ നിന്ന് 3ലേക്ക് എത്തുമ്പോൾ വരകളുടെ എണ്ണം കൂടുന്നു അല്ലേ? ഇവിടെ 2 വരയാകുമ്പോൾ ഇവിടെ 3 വര വരുന്നു. അപ്പോൾ 5ാമത്തേൽ വരകളുടെ എണ്ണം കൂടണം. അപ്പോൾ എന്ത് വേണം? ഇങ്ങനെ വരുന്ന വരകൾ എത്രണ്ണം വേണം? 4 വരകൾ ഇങ്ങനെ വരണം. കറക്റ്റ് അല്ലേ? 4 വരകൾ അങ്ങനെ വരണം. പിന്നെ 2ാമത്തേലോ പ്രത്യേകത നോക്കൂ, മറ്റേ വരേൻ്റെ പ്രത്യേകത നോക്കൂ. ഇവിടെ 1 വര, ഇവിടെ 2 വര. അപ്പോൾ ഇനി വരാൻ പോകുന്നതിൽ എത്ര വര വേണം? 3 വര വേണം. അപ്പോൾ ഈ തരത്തിൽ 3 വര വേണം. ഈ രൂപമാണ് അതിൻ്റെ ശരിയായ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1 2 3 4 1 2 3. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ.
പക്ഷേ ചില കുട്ടികൾ വേണമെങ്കിൽ ഇത് എഴുതി കളയും, തെറ്റിക്കരുത്. ഇത് 3 ഇങ്ങനെയും 4 ഇങ്ങനെയുമാണ്. അപ്പോൾ അത് തെറ്റിച്ചിട്ട് കളയും, അത് തെറ്റിക്കരുത്. ഇങ്ങനെയുള്ളതാണ് കൂടി വരേണ്ടത്. അപ്പോൾ ഒന്നാമത്താണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ വരകളുടെ എണ്ണം കൂടി വരുന്നു, ഡയറക്ഷൻസ് മാറി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമത്തേലും മൂന്നാമത്തേലും ഡയറക്ഷൻസ് ഒരേപോലെ വരുന്നു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾക്ക് നോക്കിക്കഴിയാം. ഇവിടെ നമ്മൾക്ക് നോക്കൂ, ഈ ഒരു ചിത്രം നമുക്ക് നോക്കാം. ഈ ചിത്രം നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇവിടെയാണ് ഇങ്ങനെയുള്ളത്. ഈ ചിത്രത്തിൽ നോക്കൂ, അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി അല്ലേ. ആദ്യത്തെ ചിത്രം ഉള്ളത് ഇവിടെയാണ് ഉള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ അത് എവിടെ വന്നു? അത് ഇവിടെ വന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ എവിടെ വന്നു? അത് ഇങ്ങനെ വന്നു. ഇതാ മൂന്നാമത്തെ ചിത്രത്തിൽ മുകളിലാണ്. അപ്പോൾ നാലാമത്തെ ചിത്രത്തിൽ എവിടെയായിരിക്കണം അത് ഉണ്ടാവേണ്ടത്? ഈ ടയത്തിൽ ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ സൈഡിലാണ് ആൻസർ നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഏത് ആൻസർ ആയിരിക്കുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള രൂപമാണ് വരുന്നത് എങ്കിൽ അപ്പോൾ ഈ ഭാഗത്ത്, ഈ ലൈനിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഈ വളഞ്ഞ വര വരേണ്ടത്. ഏത് വര? ഈ വര, ഈ വളഞ്ഞ ഇതുണ്ടല്ലോ, ഇത് വരേണ്ടത് ഏത് ഭാഗത്താണ്? ഈ ഭാഗത്താണ് അതിൻ്റെ ഈ രൂപത്തിൽ വരേണ്ടത്. അപ്പോൾ എങ്ങനെ വരണം? ഈ രൂപത്തിൽ ഇങ്ങനെ വരുന്നു നമുക്ക് മനസ്സിലായി. ഇനി നോക്കേണ്ടത് എന്താ? ഇവയുടെ ഈ പോയിന്റ് എങ്ങനെ വരുന്നു എന്നുള്ള നോക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒന്നാമത്തെ ഇതിൽ ഈ രൂപത്തിലുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഒരു മലർന്ന് കിടക്കുന്ന മാതിരി തോന്നുന്നുണ്ട് അല്ലെ, ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് വരുന്നുണ്ട്. മൂന്നാമത്തേൽ ഇങ്ങനെ വരുന്നുണ്ട്. നോക്കൂ, ഒന്നാമത്തേൽ ഇങ്ങനെ വരുന്നു, മൂന്നാമത്തേൽ നേരെ മേലെ വരുന്നു. ഓക്കെ, രണ്ടാമത്തേൽ ലെഫ്റ്റ് വരുന്നു, നാലാമത്തേൽ നോക്കിക്കോ. അപ്പോൾ ഏഴ് വരണം, റൈറ്റിൽ വരണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, റൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തേൽ ഇവിടെ വരുമ്പോൾ മൂന്നാമത്തേൽ ഇവിടെ വരുന്നു. കറക്റ്റ് അല്ലേ വരുന്നത്? അപ്പോൾ രണ്ടാമത്തേൽ ഇവിടെ വരുമ്പോൾ നാലാമത്തേൽ ഈ ഭാഗത്താണ് വരേണ്ടത്, ഈ ഭാഗത്താണ് വരേണ്ടത്. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ, ഈ ഭാഗത്താണ്. ഇനി ഇവിടെയാണോ ഡോട്ട് വേണ്ടത്, ഇവിടെയാണോ ഡോട്ട് കറുത്ത കുത്ത് വേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഡൗട്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ഈ ഒന്നാമത്തേൻ്റെയും മൂന്നാമത്തേൻ്റെയും നോക്കൂ, താഴെ മുകളിൽ വരുമ്പോൾ ഈ ഭാഗത്താണ് ഉണ്ടായത്. പക്ഷേ അത് തിരിച്ച് വരുമ്പോൾ മുകളിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വന്നത്. അതായത് ഇത് വലത്താണ് വന്നതെങ്കിൽ ഇവിടെ വന്നത് ഇടത്താണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുകളിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ നാലാമത്തെ ചിത്രത്തിൽ എവിടെ വരേണ്ടി വരും? താഴെ വരേണ്ടി വരും. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് ഇതിൻ്റെ വരിക, താഴെ വരുന്ന രൂപത്തിൽ. അപ്പോൾ താഴെ വരുന്ന രൂപത്തിലുള്ളത് എത്ര ഉണ്ട് നോക്കിക്കോളൂ. ഇതാ ഒന്ന് ഇവിടെയുണ്ട്, പിന്നെ വേറെ എവിടെയുണ്ട്? ഇവിടെയുണ്ട്, ഇവിടെയും ഇവിടെയും ഈ താഴെ വരുന്ന രൂപത്തിലുണ്ട്. അപ്പോൾ പിന്നെ ഇനി നോക്കേണ്ടത് ഏതാ? ഇനി നോക്കേണ്ടത് ഈ മറ്റ് രണ്ടാമത്തെ ഈ വര എങ്ങനെ വരുന്നു എന്നാണ്. ഈ വര നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ വരുന്നു, പിന്നെ മേലെ വരുന്നു. യെസ്, കറക്റ്റ്. പിന്നെ ഇപ്പുറം വരുന്നു. ഇനി അടുത്ത താഴെയാണ് വരേണ്ടത്. നോക്കുമ്പോൾ എല്ലാത്തിനും താഴെ തന്നെയാണുള്ളത്. അപ്പോൾ താഴെയാണ് വരേണ്ടത്. കറക്റ്റ്. ഈ താഴെ വരുമ്പോൾ ഇനി ഇതിൻ്റെ ആ കൊക്ക്, ഈ ഒരു വര എങ്ങനെ വരും? ഈ ചെറിയ വര ഏത് ഭാഗത്ത് വരുന്നില്ല നോക്കി നിങ്ങൾ. ഇത് നോക്കിക്കോളൂ, ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. മൂന്നാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അതായത് ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് തിരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നാലാമത്തേന് എങ്ങനെ വരണം? അത് താഴോട്ട് വരണം. എങ്ങോട്ട് വരണം? ഇത് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അത് ഏത് വരണം? അത് നേരെ തിരിച്ച് താഴോട്ട് വരുന്ന രീതിയിലേക്ക് വരണം. നോക്കൂ, ഒന്നാമത്തേത് ഇങ്ങനെ വന്നു, മൂന്നാമത്തേത് ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഈ മുകളിലോട്ട് വരുന്ന ചിത്രത്തിൽ എന്ത് വരണം? ഈ കൊക്ക് ഇനി എങ്ങനെയായിരിക്കണം? താഴെ വരുന്നതിൽ താഴോട്ട് വരുന്ന കൊക്കായിരിക്കണം. അപ്പോൾ താഴോട്ട് വരുന്ന കൊക്ക് ഇതിൽ ഏതാണുള്ളത്? ഈ ചിത്രം മാത്രമാണ് താഴോട്ട്. ഇതുവരെ നമ്മുടെ ആൻസർ നമ്മൾ ആദ്യം പറഞ്ഞത് ഇത് രണ്ടുമാണ് ഒരേപോലെ പറഞ്ഞത്. അത് താഴോട്ട് വരുന്നത് ഏതാണുള്ളത്? ഇത്. അപ്പോൾ ആൻസർ ഇതായിരിക്കും. ഞാൻ ഒന്നുകൂടെ ഞാനത് വ്യക്തമാക്കി തരുന്നു. അതായത് ഇവിടെ 1ഉം 3ഉം നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. ഒന്നാമത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, മേലെയാണ് ഇത് വരുന്നത്. താഴോട്ടാണെങ്കിൽ ഇത് മുകളിലോട്ട്. അപ്പോൾ ഇത് ലെഫ്റ്റിലോട്ട് വന്നതുകൊണ്ട് ഇങ്ങനെയാണ് കർവ് ഉണ്ടായതുകൊണ്ട് മറ്റേ കർവ് എങ്ങനെ വരണം? ഇങ്ങനെ വരണം. അത് വന്നു കഴിഞ്ഞു. പിന്നെ പറയുന്നത് എന്താ? ഈ ഡോട്ടിൻ്റെ കാര്യമാണ്. നോക്കൂ, ഇവിടെ വലതുവശത്താണെങ്കിൽ ഇവിടെ ഇടതുവശത്താണ് ഡോട്ട് വരുന്നത്. അപ്പോൾ ഇതിന് മുകളിലാണ് ഉള്ളതുകൊണ്ട് ഇതിന് താഴെ വരുന്നു. ഇനി അപ്പോൾ അത് വന്നു, താഴെ വരുന്ന ചിത്രം നമ്മൾ കണ്ടെത്തി. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. ഈ രണ്ട് ചിത്രത്തിലാണ് ആൻസർ വരിക. പിന്നെ നോക്കുന്നത് ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? ഈ രണ്ടാമത്തതും നാലാമത്തതും
രണ്ടാമത്തതുമാണല്ലോ ബന്ധം. ഈ അപ്പോൾ ഒന്നാമത്തതും മൂന്നാമത്തതും എങ്ങനെയാണ് ബന്ധം നോക്കൂ. ഒന്നാമത്തതിൻ്റെ വര ഇങ്ങോട്ട് വലത്തോട്ടാണ് ഉള്ളതെങ്കിൽ ഇതിലുള്ളത് ഇടത്തോട്ടാണുള്ളത്. അപ്പോൾ ഇതിലുള്ളത് മുകളിലോട്ടാണ് ഇവിടെയുള്ള കൊക്ക് ഉള്ളത് അല്ലേ. മുകളിലോട്ടാണ് ഉണ്ടാകുമ്പോൾ അടുത്തതിന് എങ്ങനെ വരണം, താഴോട്ട് കൊക്ക് വരണം. താഴോട്ട് കൊക്ക് വരുന്നത് ഈ രണ്ടെണ്ണത്തിൽ ഏതിന് മാത്രമാണ്, ഇതിന് മാത്രമാണുള്ളത്. അപ്പോൾ ആൻസർ നാലാമത്തതാണ് ഇതിൻ്റെ ആൻസർ വരിക. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, നാലാമത്തതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി ഈ ചിത്രം നോക്കൂ, ഇത് ഇങ്ങനെയാണുള്ളത്. നോക്കൂ, ഈ ചിത്രം ഞാൻ വരച്ചു തരാം. ഫസ്റ്റിൽ അത് ഇങ്ങനെയുണ്ട്. രണ്ടാമത്തേൽ എന്ത് സംഭവിക്കുന്നു, ഇത് വീണ് കിടക്കുന്നത് പോലെ തോന്നുന്നു അല്ലേ. ഈ കുത്തനെയുള്ള വര ഇങ്ങോട്ട് വരുന്നു. പിന്നത്തേൽ എങ്ങനെ വരുന്നു എന്നാണ്, പക്ഷെ നാലാമത്തേൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ടാമത്തതും നാലാമത്തതും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ രണ്ടാമത്തത് ഇങ്ങോട്ട്, മറ്റേത് അങ്ങോട്ട്. അപ്പോൾ ഈ ഒന്നാമത്തത് മുകളിലോട്ട്, മറ്റേത് എങ്ങോട്ടായിരിക്കണം, താഴോട്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇത് ഇങ്ങോട്ട് വന്നു, പിന്നെ നേരെ ഇങ്ങോട്ട്, ഈ വര മാത്രം നോക്കിയാൽ മതി. ഈ മേലോട്ട് വരുന്ന ഈ വര എങ്ങനെ വരുന്നു നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തേൽ വര മേലോട്ട് വന്നു, രണ്ടാമത്തേൽ ആ വര നോക്കുമ്പോൾ ആ വര ഇങ്ങോട്ട് വന്നു, മൂന്നാമത്തേൽ ആ വര എങ്ങോട്ട് വരണം, ഇങ്ങനെ തന്നെയാണ് വരേണ്ടത് അല്ലേ. പിന്നെ നാലാമത്തേൽ ഇങ്ങനെ ഈ മോഡൽ, അതായത് മുകളിലോട്ട് ഇങ്ങോട്ട്. അപ്പോൾ എന്ത് വേണം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് വരിക. അപ്പോൾ ആൻസർ വരുന്നത് ഇതാണ് വരിക. ഇത് വരില്ല, ഇത് വരില്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ ചെരിഞ്ഞ് വരില്ലല്ലോ, ഈ തരത്തിൽ ചെരിഞ്ഞ് വരില്ല. ഇത് വരില്ല, ഇത് വരില്ല, ഇത് വരില്ല. കാരണം എന്താ, ഇങ്ങനെ വന്നാലാണ് ഇങ്ങനെ വരിക. ഇത് കുത്തനെ വരുന്നതാണ്. അപ്പോൾ താഴോട്ടോ മേലോട്ടോ വരുന്നത് ആൻസർ വരുള്ളൂ. അപ്പോൾ താഴോട്ട് വരുന്നത് ഈ ഒരൊറ്റൊന്ന് മാത്രമേ ആൻസർ ഉള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ കാണാം. ഇവിടെ വി എന്ന് പറയുന്നത് ചെരിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു എന്താ പറയുക, പാരലോഗ്രാം അല്ലെങ്കിൽ നമുക്ക് റോംബസ്, സമഭുജ സാമാന്തരികം, 4 വശം ഒരേപോലെ അതിൽ ചെരിഞ്ഞിട്ടുള്ള രൂപം കാണാം. ഇവിടെ നമുക്ക് വീണ്ടും സ്ക്വയർ തന്നെ വരുന്നു. അപ്പോൾ ഇവിടെ ഏത് വരുന്നില്ലത് രൂപം ആദ്യം കണ്ടുപിടിക്കുക. ഇവിടെ സ്ക്വയറാണ്, ഇവിടെ ചെരിഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ സ്ക്വയർ തന്നെയാണ്. അപ്പം അടുത്തതിൽ എന്താണ് വരിക, ഈ അടുത്ത രൂപം തീർച്ചയായും വരേണ്ടത് ഈ മോഡൽ തന്നെ ആയിരിക്കും അല്ലേ. അതെ, ഒന്നാമത്തെയും മൂന്നാമത്തേലും വരുമ്പോൾ രണ്ടാമത്തേലും നാലാമത്തേലും ഒരേപോലെയുള്ളത് വരും. അപ്പോൾ ഈ രൂപമാണ് ഇവിടെ വരേണ്ടത്. ഇനി അടുത്തത്, അപ്പോൾ ഏതെല്ലാം ആൻസർ, ഒന്നിക്കിൽ ഇതായിരിക്കും വരിക, അല്ലെങ്കിൽ ഇതായിരിക്കും വരിക. അപ്പോൾ അതിൽ ഏത് എന്നാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത്. നോക്ക് നിങ്ങൾ, ഇത് ഇങ്ങനെ വന്നു, പിന്നെ അത് ഇങ്ങനെ വന്നു, പിന്നെ അത് ഇങ്ങനെ വന്നു. നിങ്ങൾക്ക് നോക്കാൻ ഏറ്റവും എളുപ്പം ഒന്നാമത്തെയും മൂന്നാമത്തെയും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ മതി. ഒന്നാമത്തെയും മൂന്നാമത്തെയും നേരെ ഒന്ന് ഇങ്ങോട്ട് ഓപ്പൺ, മറ്റേത് ഇങ്ങോട്ട് ഓപ്പൺ. അപ്പോൾ ഇത് മേലോട്ട് ഓപ്പൺ ആണെങ്കിൽ മറ്റേ എങ്ങോട്ടായിട്ട് വേണം, താഴോട്ട് ഓപ്പൺ വരണം. താഴോട്ട് ഓപ്പൺ വരുന്നത് ഏതാണ് ചിത്രം, ഇതാണ് ചിത്രം. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ആ ചിത്രങ്ങളിൽ 1ഉം 3ഉം തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരേപോലെയാണെങ്കിൽ അതേപോലെ തന്നെയാണ് രണ്ടാമത്തേലും നാലാമത്തേലും ഉണ്ടാവുക. ശ്രദ്ധിക്കണം, ഒന്നാമത്തേതിലും മൂന്നാമത്തേതിലും ഒരേപോലെയുള്ളത് തന്നെയാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തേതിലും നാലാമത്തേതിലും അതേപോലെ തന്നെ ആയിരിക്കും. ഇത് ഓപ്പോസിറ്റിലാണ് ഡയറക്ഷനിൽ ഇത് ചിത്രങ്ങൾ വരുന്നതെങ്കിൽ ഇതിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ചിത്രങ്ങൾ വരൽ. ഇത് ഒരുപോലെയുള്ളതാണ് വരുന്നതെങ്കിൽ ഇതും 2ഉം 4ഉം അപ്പോഴും ഒരേപോലെ ആയിരിക്കും. ആ ബന്ധം ഒന്ന് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഇനി ഈ ചിത്രം നോക്കൂ, ഇവിടെ നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ എടുക്കുന്ന ഇങ്ങനെ വരച്ചിട്ടുണ്ട്. സ്ക്വയർ തന്നെയാണ്. ഇവിടെ ഉള്ളത് എന്താ, 5 സൈഡുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചിത്രം നമുക്ക് കിട്ടും. 5 സൈഡുള്ളതാണ് ഇവിടെ ചിത്രം വരുന്നത്. കാരണം എന്താ, ഈ 4 സൈഡിന് 4 സൈഡ് തന്നെ വന്നു. അപ്പോൾ 5 സൈഡിന് 5 സൈഡ് തന്നെ വരണം. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ എല്ലാത്തിനും 5 സൈഡുണ്ട്. പിന്നെ നോക്കേണ്ടത് എന്താ, ഇവിടെ നമുക്കിങ്ങനെ എല്ലാ കോർണറിലേക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനും എന്ത് വേണം, എല്ലാ കോർണറിലേക്കും വരക്കുന്ന ചിത്രം ഉണ്ടോ നോക്കണം. ഇതിൽ എല്ലാ കോർണറിലേക്കും വരക്കുന്ന ചിത്രം ഉണ്ടോ നോക്കുക, ഇതിൽ എല്ലാ കോർണറിലേക്കും ഉണ്ടോ നോക്കുക, ഇതിൽ എല്ലാ കോർണറിലേക്കും ഉണ്ടോ നോക്കുക, ഇതിൽ എല്ലാ കോർണറിലേക്കും ഉണ്ടോ നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ എല്ലാ കോർണറിലേക്കും ഇല്ല എന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. എങ്ങനെയാ, ഇവിടെ നിന്ന് ഈ കോർണറിലേക്ക് ഇല്ല, ഇവിടെ നിന്ന് ഈ കോർണറിലേക്ക് ഇങ്ങനെയുള്ള ഒരു വര ഇവിടെ ഇല്ല. അപ്പോൾ ഇത് ശരിയാവില്ല. ഇവിടെയോ, ഇവിടെയുമില്ല. ഇത് പകുതിക്കാക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുമില്ല, ഇതുമില്ല. ഇനി ഇത് നോക്കുക. ഇത് നോക്കുമ്പോൾ എന്താ വരിക? ഇവിടെയുണ്ട്, പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതും നമുക്ക് ആൻസറായിട്ട് വരുന്നില്ല. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഉള്ളതുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലൈന് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളും ഒന്നിടെ വിട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് ഇതിന് എത്ര സൈഡ് ഉണ്ട്? ഇതിന് 5 സൈഡ് ഉണ്ട്. ഇവിടെ വരുന്നത് നോക്കുക. ഈ 5 സൈഡുള്ളത് ഇവിടെ ഉണ്ട് അല്ലേ? ഇത് ഉള്ളിലത്തേതിന് 5 സൈഡ് ഉണ്ട്, പക്ഷെ പുറത്തേതിന് 4 സൈഡാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എത്ര സൈഡ് ഉണ്ട്? ഇതിന് 4 സൈഡ് ഉണ്ട്. അപ്പോൾ ഇനി വരേണ്ടത് ഇതിൻ്റെ അകത്താണ് ചിത്രം വരേണ്ടത്. അതെങ്ങനെയാണ് മനസ്സിലാവുക? ഈ ഓപ്ഷൻ നോക്കിയാൽ മതി. ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അകത്താണ് ചിത്രം ഉള്ളത്. അപ്പോൾ അകത്തുള്ള ഒരു ചിത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 5 സൈഡുള്ളത് 4 സൈഡുള്ളതായിട്ട് വന്നാൽ ഇവിടെ വരുന്നത് എത്രയായിരിക്കും എന്നുള്ളതാണ്. നോക്ക്, 5 സൈഡുള്ളത് ഇവിടെ വന്നു. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് 4 സൈഡുള്ളത് വന്നു. അപ്പോൾ ഇവിടെ 4 സൈഡുള്ളത് ഇവിടെ വന്നാൽ ഇനി പുറത്ത് കാണുന്ന ചിത്രം എത്ര വരണം? 4 സൈഡുള്ള ചിത്രം വരണം. 4 സൈഡുള്ള ചിത്രം വരണമല്ലോ. 4 സൈഡുള്ള ചിത്രം അത് നോക്ക്, ശ്രദ്ധിക്കണം. ഇതാ ഇവിടെ 5 സൈഡുള്ള ചിത്രം വരുമ്പോൾ രണ്ടാമത്തതിൽ ഈ 5 സൈഡിലെ ചിത്രം എങ്ങനെയാണ് ഇതിൽ വരുന്നത്? ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ചെരിഞ്ഞിട്ട് വേണം. ഇത് എങ്ങനെ ചെരിഞ്ഞാലും എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ചിത്രം എങ്ങനെ ചെരിഞ്ഞാലും ഈ മോഡൽ തന്നെയാണ് ഉണ്ടാവുക അല്ലേ? ഈ ചിത്രം ചെരിച്ച് വെച്ചാൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. ഓക്കെ, ഈ രൂപം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രൂപമാണ് എന്ത് വേണ്ടത്? അകത്ത് വരേണ്ടത്. ഈ രൂപം അകത്ത് വരുന്നത് ഏതൊക്കെയാണ് ഉള്ളൂ നോക്കിയാൽ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് വരില്ല. ഇതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്. കറക്റ്റ്. പിന്നെ നോക്കേണ്ട പ്രത്യേകത എന്താ? ഇതകത്ത് വരുന്നതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ? പുറത്ത് വരുന്നത് എങ്ങനെയായിരിക്കണം നോക്കണം. ഇവിടെ 5 സൈഡുള്ളതുണ്ടെങ്കിൽ ഇതിന് പുറത്ത് വരുന്നത് 4 സൈഡുള്ളതാണ്. അപ്പോൾ 4 സൈഡാണ് അകത്ത് വരുന്നത് എങ്കിൽ പുറത്ത് വരുന്നത് എത്ര സൈഡായിരിക്കണം? അതിൽ നിന്ന് ഒരു കുറവ് സൈഡ് ഉള്ളതായിരിക്കണം. അതായത് 3 സൈഡ് ഉള്ളതായിരിക്കണം വരേണ്ടത്. മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ഇതിന് 5 സൈഡ് ഉണ്ട്. ഈ പുറത്തത്തെ ചിത്രത്തിന് 4 സൈഡ്. ഈ പുറത്തത്തെ ചിത്രത്തിന് എത്ര സൈഡ്? 4 സൈഡാണ് വരുന്നത് എങ്കിൽ ഈ മൂന്നാമത്തെ ചിത്രത്തിന് 4 സൈഡാണ് വരുന്നതെങ്കിൽ അടുത്തതിന് പുറത്ത് വരുന്ന ചിത്രത്തിന് ഇതിനേക്കാളും 1 കുറവ് വരണം. അപ്പോൾ അതെത്ര വരണം? 3 സൈഡ് വരണം. ഇനി നോക്കേണ്ടത് എന്താ? ഈ ചിത്രം അതിനകത്ത് വരുമ്പോൾ എങ്ങനെ വരുന്നില്ലതാണ്. ഇത് ചെരിഞ്ഞിട്ടാണ് വരിക. ഈ രൂപം എന്ത് ഇങ്ങനെ ചെരിച്ചു വെച്ചാലും അതെന്താ വരിക? അതും അതേമാതിരിയുള്ള രൂപമാക്കിയിട്ടാണ് വരിക. അപ്പോൾ ഈ ത്രികോണം വരുന്ന രൂപത്തിലുള്ള ചോദ്യം, ത്രികോണം വരുന്നത് ആകെ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഇതാണ് അതിൻ്റെ ആൻസർ വരിക. വളരെ സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എങ്ങനെയാണ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക? ഇവിടെ 5 സൈഡുള്ളതുണ്ട്. ഇതിന് 4 സൈഡിൻ്റെ ഉള്ളിലാണ് ഈ 5 സൈഡിൽ വരച്ചിട്ടുള്ളത്. ഇവിടെ 4 സൈഡുള്ളതുണ്ട്. അപ്പം 3 സൈഡിൻ്റെ ഉള്ളിലാണ് ഇത് ചെരിച്ച് വരക്കേണ്ടത്. സിമ്പിൾ, മനസ്സിലായില്ലേ? ഇത് 3 സൈഡിൻ്റെ ഉള്ളിലാണ് ഈ ചിത്രത്തിനെ ചെരിച്ച് വരക്കേണ്ടത്. കറക്റ്റ്. അപ്പോൾ ആൻസർ വരൽ ഈ 1. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലായത് എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഓരോന്നും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന്, എണ്ണം കൂടിക്കൊണ്ടു പോകുന്ന പ്രത്യേകതകൾ വരാം. ഇതിൽ ഇമേജസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്ന പ്രത്യേകതകൾ വരാം. രണ്ടാമത്തത് എങ്ങനെ വരാം? ഈ റൊട്ടേഷൻ നോക്കിയിട്ടുള്ള പ്രത്യേകതകൾ വരാം. അങ്ങനെ പ്രത്യേകതകൾ വരുന്ന സമയത്ത് അത് എങ്ങനെ വരാം? ഈ 90 ഡിഗ്രി പോലെയുള്ള പ്രത്യേകതകളിൽ വരാം. പിന്നെ എന്ത് വരാം? ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെയാണെങ്കിൽ ഈ തരത്തിലുള്ള പ്രത്യേകതകൾ വരാം. അപ്പോൾ ഇങ്ങനെ തിരിച്ചും വരുന്നുണ്ടെങ്കിൽ മറ്റേത് ഈ മോഡലാണെങ്കിൽ മറ്റേതെന്നത് തിരിച്ചു മോഡൽ വരും. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും? ഈ 1ഉം 3ഉം ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്പോസിറ്റ് ആണെങ്കിൽ രണ്ടാമത്തെയും നാലാമത്തെയും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതൊന്ന് പെട്ടെന്ന് കണ്ടുവെക്കുക. പിന്നെ സൈഡുകളുടെ എണ്ണം കൂടിപ്പോകുന്നത് കുറഞ്ഞു പോകുന്നതെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് വരുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ എക്സാമിനേഷനെ സമീപിക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.